നടന്നിട്ടില്ല കേട്ടോ, ഒന്നും ഇട്ടിട്ടില്ല. ഇത് ചേനത്തണ്ട്, ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് നിങ്ങളിതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് ചേനത്തണ്ട് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. ഇതേപോലെ നുറുക്കിയിട്ടു. ഇത് കണ്ട, ഈ ഉരുളിയിലാണ് ഞാൻ വെക്കുന്നത് കണ്ട. ഇതേപോലെ ചേനത്തണ്ട് ഇട്ടു. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ, ഇനി ഇതിൻ്റെ അകത്ത് എന്തെല്ലാം വെച്ചാൽ ഇത് 2 കഷ്ണം ഈ കപ്പ മരക്കിഴങ്ങിൻ്റെ കിഴങ്ങ് കണ്ട, ഇതേപോലത്തെ കിഴങ്ങ് കണ്ട, ഇതേപോലത്തെ 2 കഷ്ണം കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയൊരു കഷ്ണം ബീറ്റ്റൂട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, ബീറ്റ്റൂട്ട്. പിന്നെ ഈ ചെറിയൊരു ക്യാരറ്റിൻ്റെ ചെറിയൊരു കഷ്ണം ഇട്ട് കൊണ്ടുവന്ന് ബാക്കിയിലോണ്ട് ഇട്ടതാണ്, ഇല്ലേ ഞാൻ ഇടുന്നില്ലേ. ഈ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ചക്കക്കുരു, വെറും 2 എണ്ണം, 2 ചക്കക്കുരു ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇട്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് ഇട്ടിട്ടുള്ളത്, ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ബാക്കി കപ്പി എല്ലാം കൂടി ഇതെല്ലാം കൂടിയാണ് ഞാനിപ്പോൾ ഇതിലിടുന്നത്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഇതിലിട്ടു. ഇനിയിപ്പോൾ വേറെ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാൻ അടുപ്പത്ത് വെക്കാൻ നോക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇതേപോലെ മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഇട്ടേ. ഇനി മഞ്ഞപ്പൊടി നല്ലോണം വേണം. എന്താ വെച്ചാൽ മഞ്ഞൾ നല്ല മഞ്ഞ കളറ് വേണം. ഇതിൽ മുളക് പൊടി ഇടുന്നില്ല, എന്താ വെച്ചാൽ പച്ചമുളക് ഇടുന്നത് കൊണ്ട് മുളക് പൊടി ഇട്ടാൽ എരിവ് കൂടിപ്പോകും. അല്ലെ പിന്നെ എൻ്റെ മുളകിന് ഭയങ്കര എഴുന്ന് പൊടിപ്പിച്ച മുളകാണ്, മുളകും മഞ്ഞളും എല്ലാം എഴുന്ന് പൊടിപ്പിച്ച. അതുകൊണ്ട് ഞാൻ പിന്നെ മുളക് ഇടുന്നില്ല. ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കണ്ട. ഈ ചേനത്തണ്ട് വെച്ചാൽ നല്ല ടേസ്റ്റുള്ള സാധനം, നല്ല അവിയൽ വെക്കാൻ ബെസ്റ്റാണ്. നല്ല ചേനത്തണ്ട് നല്ല രുചിയാണ്. നമ്മൾ ചേമ്പ് വെച്ചതിനെക്കാട്ടിയും ചേമ്പിൻ്റെ കയ്യും വെക്കും, അതിനെക്കാട്ടിയും രുചിയാണിത് കണ്ടില്ലേ. ഇതേപോലെ ഇതിൻ്റെ അകത്ത് ഞാനിപ്പം ഇതിലെന്തെല്ലാം ഇട്ട് വെച്ചാൽ 2 പച്ചമുളക് മുറിച്ചിട്ടുണ്ട്. 2 പച്ചമുളക് വേണ്ട, എരിവ് കൂടുതലായി പോകുന്ന തോന്നും. എന്നാലും ഒന്നാടെ വെക്കാൻ വേണ്ടി വലിയ ഇടാം. ഇതിൽ 2 ചെറിയ ഉള്ളിയാണ്, വലുതില്ല, അതുകൊണ്ട് 2 വലിയ ഉള്ളി. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഉണ്ടാ, വെളുത്തുള്ളി ഇതും ഈ തേങ്ങ, ഇതെല്ലാം കൂടി തേങ്ങയും കൂടി ഇതിലിട്ടെ എന്താ, തേങ്ങ ഇട്ടു. ഇതിൻ്റെ അകത്ത് ഈ വെളുത്തുള്ളി ഇട്ടു, അല്ലെങ്കിൽ അടിയിലാകുമ്പോൾ അത് ഇതായിപ്പോവും. ഈ വെളുത്തുള്ളിയും കൂടി ഇതിലിട്ടു എന്താ, ഇതേപോലെ വെളുത്തുള്ളി ഇട്ടു. ഒരു ചെറിയ തേങ്ങയാണ് ഞാനിട്ട് ചിരകി വെച്ചത്, ചെറിയ തേങ്ങയായിരുന്നു, വലുതല്ല, അതുകൊണ്ടാണ് ഒന്ന് അങ്ങനെ എടുത്തത്. ഇത് ലേശം ജീരകവും കൂടി എടുക്കണം, ജീരകം. ഇതിലിപ്പോൾ കണ്ടോ ജീരകം കണ്ടോ, ഇതേപോലെ കുറച്ച് ജീരകവും ചോയ വേണം. എന്താ വെച്ചാൽ അവിയിലായതുകൊണ്ട് ഇനി ജീരകത്തിൻ്റെയും കുറച്ച് കൂടുതൽ മുൻതൂക്കം നിൽക്കണം. വെളുത്തുള്ളിയും വേണം. വെളുത്തുള്ളി ഒരു ചെറിയ വെളുത്തുള്ളിയുടെ ഇതേപോലത്തെ ഒരു ചെറുതാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ചുവന്ന ഉള്ളി എടുത്തു. ഇനിയിപ്പം തൈരാണിത്. ഇത് തൈര് തേച്ച് വേണ്ട, ഒരു പാക്കറ്റ് തൈര് കുറച്ചെടുത്ത് ഞാൻ അതിൻ്റെ പകുതിയെ വേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ കൊടിയേ വേണ്ടു, വെള്ളം കൂടുതൽ വേണ്ട എന്താ. ഇതേപോലെ ആ മഞ്ഞളും ആ ഉപ്പും വിരങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ കുറച്ച് കൊടിയേ ഉള്ളൂ കണ്ട. ഇനി വേണമെന്നുണ്ടെങ്കിൽ അന്നേരം കൊടിയ. ഇതിപ്പോൾ ഇതേപോലെ ആക്കി അടുപ്പത്ത് വെക്കട്ടെ, ഗ്യാസിൽ വെക്കട്ടെ കണ്ടോ. ഇതേപോലെ അടുപ്പിൽ വെക്കട്ടെ. ഇതേപോലെ അടച്ച് വെക്കാം. അടച്ച് വെച്ചാൽ നല്ലപോലെ ബന്ധമുള്ളൂ, വേഗം പത്തേ ബന്ധു. ഇനിയിപ്പം ഞാൻ ഇരുന്ന വേണ്ടിയിട്ട് ഇത് ഞാൻ ഒതുക്കിയിട്ട് എടുക്കട്ടെ. ഇത് വെള്ളം തൊടാണ്ട് എടുക്കണം. ഇതിൻ്റെ തൈരും കൂടി ഇതിനകത്ത് വലിയ ഒഴിക്കുക. ഇത് അരച്ച് ഒതുങ്ങേ വേണ്ടു, ഒരുപാട് അരിയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അതുവരെ ഇത് ഞാനതിപ്പം തൈര് ഇനിയിപ്പോൾ അരച്ച് കൊണ്ടുവന്നത് തൈര് വെന്തു. ഇത് അരച്ച് കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇത് അരച്ചിട്ട് കിടത്തിയാണ് കേട്ടോ, ചെറുപ്പിട്ട് കിടത്തിയാണ്. ഇത് ആണ് അരച്ചത്. കുറച്ചേ വേണ്ടു വെള്ളം, അധികം തൊണ്ട. വെള്ളം വേണ്ടുന്നോട്ടൊക്കെ വെള്ളമാക്കിയിട്ടും ആക്കുവേ. ഇത് വെള്ളമാക്കാണ്ടാണ് ഞാൻ ആക്കുന്നത്, വെള്ളം പറ്റില്ലാണ്ടാക്കാനാണ് എൻ്റെ പരിപാടി. ഇതേപോലെ എനിക്ക് ഇളക്കി വെച്ചാൽ കണ്ട ഇതേപോലെ ഞാൻ അതിൽ അരവിട്ടു, തൈര് ഒഴിച്ചു. തൈര് ഞാൻ അതിൻ്റെ ഇട്ടിട്ട് കണ്ട ഇതേപോലെ ഒഴിച്ച് വെച്ചു കണ്ടല്ലോ. ഇനി ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല, പച്ചമുളക് അരച്ചിട്ടിട്ടതേ ഉള്ളൂ. പച്ചമുളക് ചേർത്തിട്ട് ഇടുമായിരുന്നു കേട്ടോ. പച്ചമുളക് ഇഞ്ചിയില്ല, വെളുത്തുള്ളി ജീരകം എല്ലാം കൂടി ആക്കി ഇട്ടതാണ് കേട്ടോ. ഇതാണ് അവിയൽ.
കണ്ടല്ലോ, അവിയൽ വേഗം അത്രയും പെട്ടെന്ന് ആക്കാൻ പറ്റുന്നൊരു കറിയാണ് അവിയൽ. അവിയലിന് വലിയൊരു കഷ്ടപ്പാടേ ഇല്ല, വേഗമാവും. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്, നല്ല രുചിയും ടേസ്റ്റും ഉള്ളൊരു സാധനമാണ് അവിയൽ. അവിയലുണ്ടെങ്കിൽ നമുക്ക് അത്ര ചോറ് വേണ്ടി തിന്നാൻ പറ്റും. അതാണ് അവിയലിൻ്റെ ഗുണം. കണ്ടിപ്പം തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാകുമ്പോൾ ഇതിൽ കറിവേപ്പിലുണ്ട് കേട്ടോ, കറിവേപ്പില ഇത് കൂടി ഇട്ട് എന്താ ഈ കറിവേപ്പില കൂടിയിലിട്ട് ഇതിൽ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഞാൻ കണ്ടാ ഇതേപോലെ കറിവേപ്പിലും കൂടി ഇട്ട് കണ്ടില്ല, ഇതും കൂടി ഇട്ട് ഇതെല്ലാം കൂടി ഇളക്കി കഴിഞ്ഞാൽ നല്ല അതിൻ്റെ മണവും ഇതിലെല്ലാം കൂടി ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ രുചി പറയാൻ കഴിയില്ല. കണ്ടാ ഇതിൻ്റെ വെള്ളം ഇനിയിപ്പോൾ തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളം വെക്കും. കണ്ടില്ലേ, നല്ല മണവും വരുന്നുണ്ട്, നല്ല നഷ്ടമായി. ആ വെളുത്തുള്ളിൻ്റെയും ജീരകത്തിൻ്റെയും ചുവന്നുള്ളിൻ്റെയും പിന്നെ പച്ചമുളകിൻ്റെയും എല്ലാം കൂടി ഒരു വാസന, കറിവേപ്പിലയും എല്ലാം കൂടി വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പറയാൻ കഴിയില്ല. ഈ ചേനത്തണ്ണി ഭയങ്കര ടേസ്റ്റാണ് അവിയൽ വെച്ചാൽ കേട്ടോ. നല്ല അടിപൊളിയായി കേട്ടോ, അടിപൊളിയായി. ഉപ്പ് കുറവാ, നല്ല അടിപൊളിയായി കേട്ടോ. നല്ല ഇട്ടിട്ടുണ്ട്, എല്ലാം കൂടി നല്ല അടിപൊളി അവിയലാണ്. ഞാൻ അധികം വെള്ളത്തോടെ ആക്കല്, ഈ വെള്ളം വറ്റിച്ചിട്ടാക്കുന്നത്. എന്നുവെച്ചാലും നമുക്കിവിടെ കറി വെക്കുമ്പോൾ കറിക്ക് ചോറിന് കറി വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാനിത് നമ്മൾ സദ്യക്കെല്ലാക്കുമ്പോൾ അന്ന് വെള്ളം വറ്റിച്ചിട്ടാക്കണ്ടത്. പക്ഷെ ഞാൻ ഇതിപ്പം വെള്ളം വറ്റിച്ചിട്ട് നിങ്ങൾ കാണിക്കേണ്ടതുകൊണ്ട് ആക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വെള്ളം വറ്റിച്ചിട്ടാക്കുന്നില്ല. ഇതേപോലെ പിന്നെ ആക്കുലയിട്ട് ഉണ്ടാക്കും. കളർ തന്നെ കണ്ട എന്താ ടേസ്റ്റ്, കാണാൻ തന്നെ ഭംഗി, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, കണ്ട. ഇനി അത് ഫസ്റ്റ് പറ്റിട്ടെ കണ്ട അവിയൽ റെഡിയായി. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്. കണ്ട അവിയൽ നല്ല അടിപൊളി അവിയലാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് അടുത്ത് കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട നല്ല അടിപൊളി അവിയലാണ്, കണ്ടില്ലേ? എന്താ നല്ല എന്താ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? ഓക്കെ, വെറും ചേനത്തണ്ടായത്, ചേനത്തണ്ടിൻ്റെ രുചി പറയാൻ കഴിയില്ല കേട്ടോ. നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നിട്ട് പറഞ്ഞാൽ മതി എന്നോട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. ചേനത്തണ്ട് നമ്മൾ വീട്ടിലുള്ള ചില്ലറ സാധനങ്ങൾ എന്തെങ്കിലും ഉള്ളതല്ല, ഇതിനിപ്പോൾ ഒന്ന് കിട്ടാൻ മതി. ഇല്ലെങ്കിൽ വെറും ചേനത്തണ്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ അവിയൽ, നല്ല അടിപൊളി അവിയൽ. അങ്ങനെ രുചിയും ഉണ്ട്, അതുപോലെ തന്നെ രുചിയുമാണ്. ഈ ഒത്തിരി നാളെ വേറെ വീഡിയോ കൊണ്ട് മേലെ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.